शून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മളിവിടെ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിന്റെ 14-ാമത്തെ അധ്യായം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്നുള്ള അധ്യായമാണ് നമ്മളിവിടെ വായിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകങ്ങളിലായിട്ട് സത്വരജസ്തമോ ഗുണങ്ങളെ കുറിച്ചും അത് ഓരോ വ്യക്തിയിലും ഉണ്ടാക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളെ കുറിച്ചും ഒരു വ്യക്തി ഓരോ ഗുണത്തിനും അടിമപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചും ഓരോ ഗുണത്തിലുമുള്ള പ്രവർത്തനത്തിന്റെ ഫലത്തെക്കുറിച്ചും ഓരോ ഗുണത്തിലിരിക്കുന്ന സമയത്തും ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഭഗവാൻ പറഞ്ഞു തന്നു. സത്വഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, രജോ ഗുണമാണ് വർദ്ധിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, തമോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, സാത്വിക ഗുണത്തിൽ ഇരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്, രജോ ഗുണത്തിൽ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്, തമോ ഗുണത്തിൽ ഇരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്, ഇതൊക്കെ ഭഗവാൻ പറഞ്ഞു തന്നു. പിന്നീട് ഓരോ ഗുണത്തിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ഫലം, ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതും ഭഗവാൻ പറഞ്ഞു തന്നു. സാത്വികഗുണത്തിൽ പ്രവർത്തിച്ചാലാണ് ഒരു വ്യക്തിക്ക് മനസമാധാനം ലഭിക്കുന്നത്. 16-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കർമ്മണ സുഹൃതസ്യാഹു സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഫലം. രജോ ഗുണത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അസംതൃപ്തിയാണ്, ദുഃഖമാണ് ഫലം. തമോ ഗുണത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അജ്ഞാനമാണ് ഫലം. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. ഈ തമോ ഗുണത്തിലുള്ള പ്രവർത്തനം വളരെ അപകടകരമാണ് എന്ന് ശ്രീല പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അജ്ഞാനം കൊണ്ട് ആ വ്യക്തിക്ക് ഒന്നും അറിയാൻ സാധിക്കാത്ത അവസ്ഥ വരും. അടുത്ത ജന്മത്തിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്നും അറിയാൻ സാധിക്കാത്ത അവസ്ഥ വരും. സമൂഹത്തിൽ എല്ലാവിധ പാപങ്ങളും ചെയ്യും, എന്നാലും അത് പാപമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വരും. അത് ആ സമൂഹത്തിൽ വലിയ അസ്വസ്ഥതയുണ്ടാകും. നരകീയമായിട്ടുള്ള ജീവിതം അവസ്ഥ സമൂഹത്തിൽ ഉണ്ടാകും തമോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃഷ്ണാബോധം പ്രചരിപ്പിക്കുന്നതാണ് അതിനൊരു പരിഹാരം എന്നുള്ള കാര്യം ശ്രീല പ്രഭുപാദർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വായിക്കാനുള്ളത് 18-ാമത്തെ ശ്ലോകമാണ്. 18-ാമത്തെ ശ്ലോകത്തിൽ ആർക്കാണ് യഥാർത്ഥ ഉയർച്ച ഉണ്ടാകുന്നത്, ഏത് ഗുണത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഉയർച്ച ഉണ്ടാകുന്നത്, ഏത് ഗുണത്തിൽ പ്രവർത്തിച്ചാലാണ് ഒരു വ്യക്തി താന്നു പോകുന്നത്, ഇതെല്ലാം പറയുന്നുണ്ട് 18-ാമത്തെ ശ്ലോകത്തിൽ. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസാം ജഗന്യ ഗുണവൃത്തിസ്ഥ അധോ ഗച്ഛന്തി താമസാം. നമുക്ക് ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. ധന്യമാതാജി വായിച്ചോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠതി രാജസ ജഗന്യഗുണവൃത്തിസ്ഥ അധോ ഗച്ഛന്തി താമസ. ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദയ്ക്ക് ജയ്. വിവർത്തനം. സാത്വിക സ്വഭാവികൾ ക്രമേണ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് ഉയരുന്നു. രാജസ പ്രകൃതിയുള്ളവർ ഭൂലോകങ്ങളിൽ ജീവിക്കുകയും നീചമായ തമോ ഗുണത്തിനടിപ്പെട്ടവർ നരകങ്ങളിൽ പോയി നിബദിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. ത്രിഗുണ പ്രേരിതങ്ങളായ കർമ്മങ്ങളുടെ ഫലമെന്തെന്ന് ഈ ശ്ലോകം കൂടുതൽ സ്പഷ്ടമായി വിവരിക്കുന്നു. സ്വർഗീയ ഗ്രഹങ്ങൾ ഉൾപ്പെട്ട ഒരു ഉപരിഗ്രഹ വ്യൂഹമുണ്ട്. സമുത്കൃഷ്ടരായ ജീവാത്മാക്കളാണ് അവിടെ വസിക്കുന്നത്. സാത്വിക ഗുണത്തിന്റെ വളർച്ചയുടെ തോതനുസരിച്ച് ജീവസത്തയ്ക്ക് ഈ വ്യൂഹത്തിലെ പല ഗ്രഹങ്ങളിലേക്കും ഉയരാം. ഇവയിൽ സത്യലോകമെന്ന ബ്രഹ്മലോകമാണ് സർവോത്കൃഷ്ടം. ഈ വിശ്വത്തിലെ പ്രഥമ വ്യക്തിയായ ബ്രഹ്മാവ് ഇതിൽ വാഴുന്നു. ബ്രഹ്മലോകത്തിലെ ആശ്ചര്യകരമായ ജീവിതാവസ്ഥ ഗണനാതീതമെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ അത്യുന്നത ജീവിതാവസ്ഥയായ സത്വഗുണത്തിന് നമ്മളെ ഇവിടെ എത്തിക്കാൻ കഴിയും. രജോ ഗുണം സമ്മിശ്രമാണ്. സത്വതമസ്സുകൾക്കിടയിൽ നിൽക്കുന്നു. അത് ഒരു വ്യക്തി എല്ലായ്പ്പോഴും വിശുദ്ധനല്ല. ശുദ്ധ രാജസ സ്വഭാവിയായ ഒരാൾ ഭൂമിയിൽ തന്നെ രാജാവായോ ധനികനായോ ജീവിക്കുകയേയുള്ളൂ. സമ്മിശ്ര ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് താഴത്തേക്ക് വീഴാനുമിടയുണ്ട്. രാജസ താമസ സ്വഭാവികളായ ഭൂലോകവാസികൾക്ക് യന്ത്രം ഉപയോഗിച്ച് ബലാത്കാരേണ ഉത്കൃഷ്ട ഗ്രഹങ്ങളിൽ കയറിക്കൂടാനാവില്ല. രാജസ പ്രകൃതിയുള്ളവർക്ക് അടുത്ത ജന്മത്തിൽ ബുദ്ധിഭ്രമം ബാധിച്ചുവെന്ന് വരാം. അധമമായ തമോ ഗുണത്തെ ഇവിടെ നീചമെന്ന് പറയുന്നു. ഭൗതിക ലോകത്തിലെ ഈ തമോ ഗുണബാധ ആപത്കരമാണ്. ത്രിഗുണങ്ങളിൽ വെച്ച് ഏറ്റവും അധമമാണ് തമോ ഗുണം. മനുഷ്യന് താഴെ 80 ലക്ഷം ജീവിവർഗങ്ങൾ ഉണ്ട്. പക്ഷികളായും മൃഗങ്ങളായും ഇഴജന്തുക്കളായും വൃക്ഷങ്ങളായും മറ്റും. തമോ ഗുണം വളരുന്നതിന്റെ തോതനുസരിച്ച് മനുഷ്യരെ ഈ നീചാവസ്ഥകളിലേക്ക് കൊണ്ടുവരുന്നു. താമസാഹ എന്ന വാക്ക് ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. ഒരിക്കലും ഉയരാനാവാതെ തമസിൽ തന്നെ അനേകം ജന്മങ്ങൾ കഴിച്ചുകൂട്ടുന്നവരെയാണ് താമസാഹ എന്ന പദം സൂചിപ്പിക്കുന്നത്. അവരുടെ ഭാവി വളരെ ഇരുളടഞ്ഞതാണ്. രജസ്തമ സ്വഭാവികൾക്ക് സത്വഗുണത്തിലേക്ക് ഉയരാൻ ഒരവസരമുണ്ട്. ആ പദ്ധതിയാണ് കൃഷ്ണാവബോധം. എന്നാൽ ഈ അവസരം ഉപയോഗപ്പെടുത്താത്തവർക്ക് അധമ ശ്രേണിയിൽ കഴിച്ചുകൂട്ടുകയല്ലാതെ ഗത്യന്തരമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ധന്യവാദജി. ഹരേ കൃഷ്ണ. ചില ആളുകൾ പറയാറുണ്ട്, ഒന്നും മോശമല്ല, എല്ലാ ഗുണവും നല്ലത് തന്നെയാണ്. കാരണം എല്ലാം ഭഗവാനിൽ നിന്ന് വന്നതാണ്, എല്ലാം ഭഗവാന്റെ ശക്തിയാണ്. അതുകൊണ്ട് ഒന്നും മോശമല്ല, എല്ലാം നല്ലതാണ് എന്നൊക്കെ ചില ആളുകൾ പറയുന്നു. പക്ഷെ ഭഗവാൻ അങ്ങനെ പറയുന്നില്ല. എല്ലാം ഭഗവാനിൽ നിന്ന് വന്നത് തന്നെയാണ്. സത്വരജസ്തമോ ഗുണങ്ങൾ ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ വരുന്നുണ്ട്. പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയത. ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ വരും. പക്ഷെ ഭഗവാനിൽ നിന്ന് വന്നതായതുകൊണ്ട് എല്ലാം നല്ലതാണ്, എല്ലാം ഒരേപോലെയാണ് എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുകയില്ല. ഭഗവാനിൽ നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള ശക്തികളാണ് വരുന്നത്. പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയത. എല്ലാം ഒരേപോലെയല്ല, ഒരേ ക്വാളിറ്റി ഉള്ളതല്ല. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. 2 തരം ശക്തിയുണ്ട്. 7ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ 2 തരം ശക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉയർന്ന ശക്തിയുമുണ്ട്, താഴ്ന്ന ശക്തിയുമുണ്ട്. അല്ലെ? അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധിമേ പരാം ജീവഭൂതാം മഹാബാഹോ യേതം ധരിതേ ജഗത്. അപരാശക്തി, പരാശക്തി എന്ന് പറഞ്ഞിട്ട് 2 തരം ശക്തിയുണ്ട്. അപ്പൊ താഴ്ന്ന തരം ശക്തികളും ഭഗവാനിൽ നിന്ന് വരുന്നുണ്ട്, ഉയർന്ന തരം ശക്തികളും ഭഗവാനിൽ നിന്ന് തന്നെയാണ് വരുന്നത്. എല്ലാ ശക്തികളും വരുന്നത് ഭഗവാനിൽ നിന്ന് തന്നെയാണ്. പക്ഷെ എല്ലാം ഒരേപോലെയുള്ളതല്ല. അത് നമ്മൾ വേർതിരിച്ചറിയണം. എല്ലാം ഒന്നാണ്, എല്ലാം ഒന്നുപോലെ തന്നെയാണ്, എല്ലാം ഭഗവാനിൽ നിന്ന് വന്നതാണ്, ഒരു ഗുണവും മോശമല്ല എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നു, ചില ഗുണങ്ങൾ നമ്മളെ താഴോട്ട് കൊണ്ടുപോകുന്നതാണ്,
ചില ഗുണങ്ങൾ നമ്മളെ പോകുന്നതാണ്. ചില ഗുണത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. ഓരോ ഗുണത്തിനും ഓരോ സ്വഭാവമാണുള്ളത്. ഉയർന്ന ഗുണവും ഉണ്ട്, താഴ്ന്ന ഗുണവുമുണ്ട്. സാത്വികഗുണത്തിൽ ഇരിക്കുന്നവർക്കാണ് ഉയർച്ചയുണ്ടാകുന്നത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ. സാത്വികർക്കാണ് ഉയർച്ച ഉണ്ടാകുന്നത്. സാത്വികഗുണത്തിലിരുന്ന് മരിച്ചു കഴിഞ്ഞാലാണ് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നത്. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ, പ്രത്യേകം ഭഗവാൻ എടുത്തു പറയുന്നു. മധ്യേ തിഷ്ഠന്തി രാജസ. രജോഗുണത്തിലാണെങ്കിലോ ഇവിടെ തന്നെ ഇരിക്കും, അടുത്ത ജന്മത്തിലും ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലുണ്ടാവും, അല്ലെങ്കിൽ ഭൂമണ്ഡലത്തിലുള്ള വേറെ ഏതെങ്കിലും ഗ്രഹത്തിലുണ്ടാവും. എന്തായാലും മധ്യഭാഗത്തുള്ള ഗ്രഹങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഉയർന്ന ലോകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്വിക ഗുണം കൂടി വരുന്ന ലോകങ്ങളാണ്. ഉയർന്ന ലോകങ്ങളിൽ സാത്വിക ഗുണം കൂടുതൽ ആവശ്യമാണ്. ഇവിടെ ശീലപ്രഭാതർ പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾക്ക് ഏതെങ്കിലും ഒരു മെഷീൻ എടുത്ത് പോയിട്ട്, ഒരു യന്ത്രം ഉപയോഗിച്ച് ഒരു റോക്കറ്റ് എടുത്ത് പോയിട്ട് ഏതെങ്കിലും ഗ്രഹത്തിൽ പോയി താമസിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം എന്താണ്? അവിടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ശരീരം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അവിടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഗുണവും നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ആ ഗുണമില്ലാതെ നമ്മൾക്ക്, സാത്വികഗുണമില്ലാതെ നമ്മൾക്ക് ഉയർന്ന ലോകത്തിൽ പോയിട്ട് അവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല. അല്ല, അതിന് ആ പ്രകൃതിയുടെ പെർമിഷൻ ആവശ്യമാണ്. ആ പെർമിഷൻ ഇല്ലാതെ നമ്മൾക്ക് അവിടെ പോയിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല. അല്ലെ, ഇപ്പോൾ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാം, ലോകം വളരെ അഡ്വാൻസ്ഡ് ആണെന്നൊക്കെ പറയുന്നു. പക്ഷെ ശാസ്ത്രജ്ഞന്മാർക്ക് വേറെ ഒരു ഗ്രഹത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. ഇവിടെ ഭൂമിയിൽ നിന്ന് കുറച്ച് അകലെ പോലും അവിടെ അവർക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല. വലിയ ബുദ്ധിമുട്ടാണ്. ഓരോ ദിവസവും കഴിച്ചു കൂട്ടാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. യഥാർത്ഥ ഭക്ഷണമൊന്നും കഴിക്കാൻ സാധിക്കില്ല. ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഭക്ഷണമോ വിസർജനമോ ഒന്നും ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഭൂമിയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ. പിന്നെ വേറൊരു ഗ്രഹത്തിൽ എത്തിച്ചേരാനും അവർക്ക് സാധിക്കുന്നില്ല. അഥവാ അവിടെ എത്തിയാലും അവിടെ താമസിക്കാൻ സാധിക്കുകയില്ല. കാരണം അതിനനുസരിച്ചുള്ള ശരീരം അവർക്കില്ല. അതിനനുസരിച്ചുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഗുണവും അവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നും അവർക്ക് അറിയുന്നില്ല. ശീലപ്രഭാതർ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. നമ്മൾക്ക് ഭൂമിയിൽ തന്നെ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് പെർമിഷൻ വേണം, വിസ വേണം, ഒരുപാട് എക്സാമുകൾ എഴുതണം, ഒരുപാട് കടമകൾ കടന്നിട്ടാണ് നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് തന്നെ. ആ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ, ആ ക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മളെ തടഞ്ഞു നിർത്തും. മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ പോലും നമ്മളെ സമ്മതിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഒരു ഗുണവും ഒരു ക്വാളിറ്റിയും ഇല്ലാതെ, യോഗ്യത നേടാതെ വേറൊരു ഗ്രഹത്തിൽ പോയി ജീവിക്കാം എന്ന് നമ്മൾ എങ്ങനെയാണ് വിചാരിക്കുന്നത്? അത് ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ്. നമ്മൾക്ക് ഉയർന്ന ലോകങ്ങളിൽ പോയി ജീവിക്കണമെങ്കിൽ അതിന് സാത്വിക ഗുണം നേടണം. സാത്വിക ഗുണത്തിൽ നമ്മൾ ഇവിടെ ജീവിച്ചാൽ മാത്രമേ നമ്മൾക്ക് സാത്വികമായിട്ടുള്ള ലോകങ്ങളിലേക്ക്, ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കും. അവിടെ ജീവിത സൗകര്യങ്ങൾ കൂടുതലായിരിക്കും. സത്വഗുണത്തിലുള്ളവർക്ക് അവിടെ ജീവിത സൗകര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും, ആയുസ് കൂടുതലായിരിക്കും. അവിടെ ഇത്ര ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. പക്ഷെ അതിന് നമ്മൾ സാത്വിക ഗുണത്തിൽ തന്നെ ഇരിക്കണം. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ. ഉയർന്ന ലോകങ്ങളിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും സാത്വിക ഗുണത്തിൽ ഇരിക്കണം. തമോ ഗുണത്തിലെ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് ഉയർന്ന ലോകത്തിലേക്ക് പോകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം തമോ ഗുണത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്? അധോ ഗച്ഛന്തി താമസ. എന്തുകൊണ്ടാണ് അധോ ഗച്ഛന്തി? ജഗന്യ ഗുണവൃത്തിസ്ഥ. മഹാവൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, വൃത്തിഹീനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, മനുഷ്യൻ ശരീരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി വീണ്ടും താഴ്ന്നു പോകും. ജഗന്യ ഗുണവൃത്തിസ്ഥ. അധമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ താഴോട്ടാണ് പോകുന്നത്. വീണ്ടും മനുഷ്യ ശരീരം കിട്ടുന്നില്ല. താഴോട്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകീയ ലോകങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മൃഗങ്ങളുടെ ശരീരത്തിലേക്ക് പോകുന്നു. മനുഷ്യ ശരീരത്തിന് താഴെയുള്ള
ശരീരങ്ങളിലേക്ക് പോകുന്നു. പൂന്താനം പറയുന്നത് പോലെ ഒരുപാട് കാലം മണ്ണിൽ കഴിയേണ്ടി വരും, മരമായിട്ട് നിൽക്കേണ്ടി വരും, ജലത്തിൽ കഴിയേണ്ടി വരും, മലത്തിൽ കഴിയേണ്ടി വരും. അങ്ങനെ അതൊക്കെ തമോഗുണത്തിലുള്ള ശരീരങ്ങളാണ്. അതെല്ലാം മനുഷ്യ ശരീരം കിട്ടുന്നത് വരെയുള്ള എല്ലാം തമോഗുണത്തിലുള്ള ശരീരങ്ങളാണ്. മനുഷ്യ ശരീരത്തിലാണ് പിന്നീട് കുറച്ച് രജഗുണത്തിലുള്ള ശരീരം കിട്ടുന്നത്. അതിലും ഉയർന്ന ശരീരമാണ് ദേവ ശരീരം. ദേവന്മാരുടെ ശരീരം സാത്വിക ഗുണത്തിലുള്ള ശരീരമാണ്. അപ്പൊ സാത്വിക ഗുണത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ദേവന്മാരുടെ ശരീരമായിട്ട് മാറും. ദേവന്മാരായിട്ട് ജീവിക്കാം, സ്വർഗലോകത്തിലോ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ബ്രഹ്മലോകത്തിലോ ഒക്കെ ദേവന്മാരായിട്ട് ജീവിക്കാം. അപ്പം ഇതാണ് ഓരോ ഗുണത്തിലും ഇരുന്ന് ശരീരം ഇടുന്നതിനുള്ള അവസ്ഥ എന്നാണ് പറയുന്നത്. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസ. രജഗുണത്തിൽ മരിക്കുന്നവര് എങ്ങോട്ടും പോകുന്നില്ല, താഴോട്ടും പോകുന്നില്ല, മുകളിലേക്കും പോകുന്നില്ല. അവര് ഇവിടെ തന്നെ ഉണ്ടാവും. ഒന്നുകിൽ ഭൂമിയിലുണ്ടാവും, അല്ലെങ്കിൽ ഭൂമിയോടനുബന്ധിച്ച വേറെ ഏതെങ്കിലും ഗ്രഹത്തിലുണ്ടാവും രജഗുണത്തിലുള്ളവർ. ജഗന്യ ഗുണവൃത്തിസ്ഥ അധോ ഗച്ഛന്തി താമസ. തമോ ഗുണത്തിലുള്ളവരാണെങ്കിൽ താഴോട്ട് പോകും. ഇപ്പൊ കലിയുഗത്തിൽ മിക്കവാറും എല്ലാവരും എങ്ങോട്ടാണ് പോകുന്നത്? എല്ലാവരും കൂട്ടമായിട്ട് താഴോട്ടാണ് പോകുന്നത്, നരകീയ ലോകങ്ങളിലേക്കാണ് പോകുന്നത്. കാരണം അങ്ങനെയുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത്. വലിയ വലിയ പാപങ്ങൾ പോലും വലിയ തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല, അല്ലെ? മറ്റു ജീവികളെ കൊന്നു തിന്നുന്നത്, അതേപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്, അതേപോലെ പരസ്ത്രീ ബന്ധം ചെയ്യുന്നത്, അവിധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, മറ്റുള്ളവരുടെ സ്വത്ത് അനധികൃതമായിട്ട് കൈയടക്കുന്നത്, ചൂതാട്ടം നടത്തുന്നത്, ഇതൊക്കെ വളരെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ് കലിയുഗത്തില്. പക്ഷെ അത് വലിയ പാപങ്ങളാണ്. അത് അവർക്ക് അറിയുന്നില്ല, തമോ ഗുണത്തിലായതുകൊണ്ട്. അപ്പൊ തമോ ഗുണത്തിൽ ഇരിക്കുന്നവരെല്ലാവരും എങ്ങോട്ടാണ് പോകുന്നത്? എല്ലാവരും പോകുന്നത് നരകീയ ലോകങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ അടുത്ത മൃഗീയ ശരീരങ്ങളിലേക്കാണ് അവര് പോകുന്നത്. അവർക്ക് അറിയുന്നില്ലെങ്കിൽ പോലും അവർ ആ പ്രകൃതിയുടെ സംവിധാനം കൊണ്ട് അവർ എത്തിച്ചേരുന്നത് താഴോട്ടാണ്. തമസി പ്രളയം ഗത്വ മൂഢയോനിഷു ജായത എന്ന് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിവിടെ ഭഗവാൻ ഉറപ്പിച്ചു പറയുകയാണ്. ജഗന്യ ഗുണവൃത്തിസ്ത്വ അധോ ഗച്ഛന്തി താമസ. തമോ ഗുണത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും ഉയർന്ന ശരീരം പ്രതീക്ഷിക്കാൻ സാധിക്കും, അല്ലെ? നമ്മൾ പരീക്ഷയ്ക്കൊന്നും പ്രിപ്പയർ ചെയ്യാതെ, ഒന്നും പഠിക്കാതെ ഞാൻ പരീക്ഷയ്ക്ക് പോയിട്ട് എഴുതി പാസ്സാകും, എനിക്ക് ഫുൾ മാർക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു സ്വപ്നമാണ്, ഒരു ദിവാസ്വപ്നമാണ്. അതേപോലെയാണ് നമ്മളെല്ലാ തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ട് ഉയർന്ന ലോകത്തിലേക്ക് പോകും, ഞാൻ സ്വർഗത്തിൽ പോകും, അല്ലെ? മറ്റു ജീവികളൊക്കെ കൊന്നു തിന്നുന്ന ആളുകളാണ് വിചാരിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ പോകും. അവർ മൂഢസ്വർഗത്തിലാണ് പോകുന്നത്, അവർ നരകത്തിലേക്കാണ് പോകാൻ പോകുന്നത്, കൂടുതൽ ഇരുട്ടിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ചും പശുക്കളെ വധിക്കുന്നവർ, ഗോവഹത്യ ചെയ്യുന്നവർ നരകീയ ലോകങ്ങളിലേക്ക് അവർക്ക് പോകേണ്ടി വരും. ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഒരു പശുവിന്റെ ശരീരത്തിൽ എത്ര രോമമുണ്ടോ അത്രയും ജന്മം അവർക്ക് നരകീയ ലോകത്തിൽ ജീവിക്കേണ്ടി വരും. അങ്ങനെ കണക്ക് പറയുന്നുണ്ട്. അത് 5-ാമത്തെ സ്കന്ധത്തിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഭാഗവതത്തിൽ നരകീയ ലോകങ്ങളെ കുറിച്ച് വിശദമായിട്ട് അവിടെ പറയുന്നുണ്ട്. മറ്റു ജീവികളെ തിന്നുന്നവരും ലഹരി ഉപയോഗിക്കുന്നവരും മറ്റുള്ളവരുടെ സ്വത്തുക്കൾ കൈയടക്കുന്നവരും ഇവരെല്ലാവരും തന്നെ നരകീയ ലോകത്തിലേക്കാണ് പോകുന്നത്. കലിയുഗത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ വളരെ കുറവാണ്. ഭഗവാന്റെ നാമം ജപിക്കുന്നവർ മാത്രമാണ് നരകീയ ലോകങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് കലിയുഗം വലിയ ദോഷമാണെന്ന് പറയുന്നത്. കലവു ദോഷനിധേയ രാജ. അപ്പോൾ അതാണ് അവസ്ഥ എന്നാണ് പറയുന്നത്. അതാണ് അവരുടെ ഗതി എന്ന് പറയുന്നത്. തമോഗുണത്തിൽ മരിച്ചു കഴിഞ്ഞാൽ താഴോട്ടാണ് പോകുന്നത്. തമസ്വഭാവികൾക്ക് സത്വഗുണത്തിലേക്ക് ഉയരാൻ ഒരു അവസരമുണ്ട്. ആ പദ്ധതിയാണ് കൃഷ്ണാബോധം. എന്നാൽ ഈ അവസരം ഉപയോഗപ്പെടുത്താത്തവർക്ക് അധമശ്രേണിയിൽ കഴിച്ചുകൂട്ടുകയല്ലാതെ ഗത്യന്തരമില്ല. അപ്പൊ അവർക്ക് ഗുണങ്ങളെ അതിക്രമിച്ച് ഉയരാനുള്ള ഒരു മാർഗമാണ് ഈ കൃഷ്ണാബോധം, ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളത്. അത് സ്വീകരിക്കാത്തവർക്ക് താഴ്ത്തു നിൽക്കുകയല്ലാതെ
വേറെ ഒരു ഗതിയുമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ശ്ലോകത്തിൽ ഇതിനെല്ലാം ഉപരിയായിട്ട് ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു വ്യക്തിക്ക് യോഗ്യത ആവശ്യമാണെങ്കിൽ ആ വ്യക്തി എങ്ങനെയാണ് ഈ ഗുണങ്ങളെ നോക്കിക്കാണേണ്ടത്, ഗുണങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ശ്ലോകം അനുസരിച്ച് സത്വഗുണത്തിൽ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉയർന്ന ലോകത്തിൽ എത്തുന്നതേ ഉള്ളൂ, ആത്മീയ ലോകത്തിൽ എത്തുന്നില്ല അല്ലെ. ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ബ്രഹ്മലോകത്തിലെത്തും. ബ്രഹ്മലോകത്തിൽ പോയി കഴിഞ്ഞാലും വീണ്ടും തിരിച്ചു വരണം. ആ ബ്രഹ്മ ഭുവനാലോക പുനരാവർത്തിനോർജന. ബ്രഹ്മലോകവും ഭൗതിക ലോകമാണ്. ആത്മീയ ലോകത്തിൽ എത്തിച്ചേരുന്നതിനുള്ള യോഗ്യത എന്താണ്, അതെങ്ങനെ എത്തിച്ചേരാം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നാന്യം ഗുണേഭ്യകർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോ അധിഗച്ഛതി. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശിവരാമൻ പ്രഭുജി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ന അന്യം ഗുണേഭ്യ കർത്താരം യഥാ ദൃഷ്ട അനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോ അധിഗച്ഛതി. യാതൊരു കർമ്മത്തിനും പ്രകൃതിയുടെ ഈ ത്രിഗുണങ്ങളല്ലാതെ വേറെ കർത്താവില്ലെന്ന് ശരിയായി മനസ്സിലാക്കുകയും ഗുണാതീതനായ ഭഗവാനെ അറിയുകയും ചെയ്തവൻ എന്റെ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കുന്നു. ഭാവാർത്ഥം: ത്രിഗുണപ്രേരിതങ്ങളായ സർവകർമ്മങ്ങളെയും അതിക്രമിക്കണമെങ്കിൽ യോഗ്യതയുള്ളവരിൽ നിന്ന് അവയെപ്പറ്റി നല്ലവണ്ണം പഠിച്ചറിയുകയേ വേണ്ടൂ. കൃഷ്ണനാണ് യഥാർത്ഥ ആധ്യാത്മിക ആചാര്യൻ. അങ്ങനെയുള്ള അദ്ദേഹം അർജുനന് ഈ ജ്ഞാനം നൽകി. അതുപോലെ ശരിക്കും കൃഷ്ണാവബോധം ഉദിച്ചവരിൽ നിന്നു വേണം ത്രിഗുണാധിഷ്ഠിതമായ കർമ്മങ്ങളെ കുറിച്ചുള്ള ഈ ശാസ്ത്രം പഠിക്കാം. അല്ലെങ്കിൽ ജീവിതം വഴിപിഴച്ചേക്കും. വിശ്വാസ്യനായ ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശത്തിലൂടെ ഒരാൾക്ക് തന്റെ ആധ്യാത്മിക നിലയെക്കുറിച്ചും ഭൗതിക ശരീരത്തെക്കുറിച്ചും ഇന്ദ്രിയങ്ങളെക്കുറിച്ചും അറിവ് നേടാം. താൻ എങ്ങനെ ബന്ധനത്തിൽ പെട്ടുവെന്നും പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ എത്രത്തോളം ആകർഷണായിട്ടുണ്ടെന്നും ഗ്രഹിക്കാം. ഇവയുടെ നീരാളി പിടുത്തത്തിൽ പെട്ടതുകൊണ്ട് നിസ്സഹായനാണ് അയാൾ. എങ്കിലും സത്യസ്ഥിതി മനസ്സിലായാൽ അയാൾക്ക് അതീന്ദ്രിയ തലത്തിലെത്താം, ആത്മീയ ജീവിതം നയിക്കാം. വ്യത്യസ്തങ്ങളായ ഈ പ്രവർത്തനങ്ങളുടെ കർത്താവ് വാസ്തവത്തിൽ ജീവസത്തയല്ല, ഒരു പ്രത്യേക ശരീരത്തിൽ കുടികൊള്ളുന്നതിനാൽ പ്രകൃതിയുടെ ഒരു പ്രത്യേക ഗുണത്തിന് വഴങ്ങി അങ്ങനെ പ്രവർത്തിക്കാൻ നിർബന്ധിതനാവുകയാണ്. ആധ്യാത്മിക പ്രാമാണികന്റെ സഹായമില്ലാതെ തന്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാൻ പോലും ആവില്ല. വിശ്വാസ്യനായ ഒരു ആധ്യാത്മ ഗുരുവിന്റെ സമ്പർക്കം കൊണ്ട് മാത്രമേ സത്യസ്ഥിതി അറിയാനും അങ്ങനെ പൂർണ്ണമായും കൃഷ്ണാവബോധത്തിൽ നിലയുറപ്പിക്കാനും കഴിയൂ. കൃഷ്ണാവബോധവാനായ ഒരാൾ പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ മാസ്മര ശക്തിക്ക് അധീനനല്ല. കൃഷ്ണനെ സ്വയം സമർപ്പിച്ചവൻ ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും മുക്തനാണെന്ന് 7-ാം അധ്യായത്തെ പറഞ്ഞിട്ടുള്ളത് ഓർക്കുക. കാര്യങ്ങൾ അതേപടി കാണാൻ കഴിയുന്നവരിൽ ഭൗതിക പ്രകൃതിക്കുള്ള സ്വാധീനത കുറഞ്ഞു വരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ശിവരാമൻ പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഈ ഗുണങ്ങളിൽ നിന്ന് വിട്ടിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ട അനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോ അധിഗച്ഛതി. ഈ ത്രിഗുണങ്ങളെ അതിക്രമിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയുടെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ വ്യക്തിയെ എങ്ങനെയാണ് കാണുന്നത്? നാന്യം ഗുണേഭ്യ കർത്താരം. ഇവിടെ ഈ ഭൗതിക പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാവരുടെ പ്രവർത്തനവും, നമ്മുടെ പ്രവർത്തനമായാലും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരുടെ പ്രവർത്തനമായാലും ആ പ്രവർത്തനത്തെയൊക്കെ നിയന്ത്രിക്കുന്നത്, ആ പ്രവർത്തനം യഥാർത്ഥത്തിൽ നടത്തുന്നത് ആരാണ്? പ്രകൃതിയിലെ ഗുണങ്ങളാണ്. സത്വ രജസ് തമോ ഗുണങ്ങളാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും കാരണം എന്നൊരു വ്യക്തിക്ക് മനസ്സിലാകും.
നമ്മളിപ്പോൾ ആരെയാണ് കാരണമായിട്ട് പറയുന്നത്? ഒരു വ്യക്തിയാണ് കാരണമായിട്ട് പറയുന്നത്. നിങ്ങൾ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്, നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു, നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിനെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ എന്താണ് ഇങ്ങനെ പ്രവർത്തിച്ചത്, അത് മോശമായി പോയി എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറ്. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ പ്രവർത്തനത്തിന്റെയും പുറകിലിരിക്കുന്നത് ഈ ഗുണമാണ്. ഗുണമാണ് ഒരു വ്യക്തിയെ കൊണ്ട് വ്യത്യസ്ത രീതികളിൽ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊരു വ്യക്തിയുടെയും ഏതൊരു പ്രവർത്തനത്തിന്റെയും പുറകിൽ ഏതെങ്കിലും ഒരു ഗുണമുണ്ടാകും. ഒന്നെങ്കിൽ ആ വ്യക്തി പ്രവർത്തിച്ചിട്ടുള്ളത് സാത്വികഗുണത്തിലായിരിക്കും, സാത്വികഗുണത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടായിരിക്കും ഒരു വ്യക്തി ചിലപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ടാവുക. പുണ്യപ്രവൃത്തികൾ, സഹായം ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതൊക്കെ സാത്വികഗുണത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഉള്ള പ്രവർത്തനങ്ങളാണ്. ചിലപ്പോൾ ഒരു വ്യക്തി രജോഗുണത്തിലാണ് പ്രവർത്തിക്കുന്നത്, വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണം, അതിനുവേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ രജോഗുണത്തിന്റെ പ്രവർത്തനമാണ്. ചിലപ്പോൾ ആളുകൾ പ്രവർത്തിക്കാതെ മടിയന്മാരായിട്ടിരിക്കും, അലസന്മാരായിട്ടിരിക്കും, അത് തമോ ഗുണത്തിന്റെ പ്രവർത്തനമാണ്. ഏത് പ്രവർത്തനത്തിന്റെ പുറകിൽ ഒരു ഗുണം പ്രവർത്തിക്കുന്നുണ്ട്. ഗുണമാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ കാഴ്ച എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പം ഒരു പ്രവൃത്തി ചെയ്യുന്നതും ആരുടെയും മിസ്റ്റേക്ക് അല്ല, ആരുടെയും തെറ്റുകൊണ്ടല്ല അവർ ചെയ്യുന്നത്, അവരെ കൊണ്ട് അങ്ങനെ ആ ഗുണം പ്രവർത്തിപ്പിക്കുന്നതാണ്. തമോ ഗുണത്തിലായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എത്ര ഉപദേശിച്ചത് കൊണ്ട് കാര്യമില്ല. കാരണം അത് തമോ ഗുണത്തിലാണ്. തമോ ഗുണത്തിൽ അങ്ങനെ പ്രവർത്തിക്കുള്ളൂ. അവരുടെ ശരീരമാണ് പ്രവർത്തിക്കുന്നത്. ശരീരവും മനസ്സും ബുദ്ധിയും തമോ ഗുണത്തിലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പ്രവർത്തിക്കുള്ളൂ. വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. ധർമ്മത്തിന് വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പാപം നിറഞ്ഞ പ്രവർത്തനങ്ങൾ, അങ്ങനെ അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവർ നിസ്സഹായരായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. രജോഗുണത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ രജോഗുണത്തിനനുസരിച്ച പ്രവർത്തനം മാത്രമേ അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവരോട് നമ്മൾ വഴക്ക് കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ അവരെ ചീത്ത പറഞ്ഞത് കൊണ്ടോ ഒന്നും കാര്യമില്ല. അവർ ആ ഗുണത്തിൽ നിന്നും സാവധാനം ഉയർത്തിക്കൊണ്ടുവന്നാൽ അവരുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും. അപ്പം ഗുണമാണ് എല്ലാ പ്രവർത്തനത്തിന്റെയും പുറകിൽ ഉള്ളത്. ഓരോ ഗുണത്തിനും അടിമപ്പെട്ടിട്ടാണ് എല്ലാവരും ഓരോ രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് യഥാർത്ഥമായിട്ടുള്ള കാഴ്ച എന്നാണ് പറയുന്നത്. യഥാദ്രഷ്ട അനുപശ്യതി. ഇത് എങ്ങനെ മനസ്സിലാകും? ഇത് നമ്മൾ ആ ഗുണങ്ങളെ കുറിച്ച് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും, ഇന്ന ഗുണമാണ് ഇപ്പോൾ അവനിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ഗുണമാണ് എന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾക്ക് ആരോടോ ഒരു വേവലാതി, ഒരു പരാതി ഒന്നും ഉണ്ടാവില്ല. കാരണം അവർ നിസ്സഹായരായിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്നതാണ്. ശരീരത്തിന് അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. 3 മോഡിലേ പ്രവർത്തിക്കാൻ സാധിക്കും. ഒന്നുകിൽ സാത്വികഗുണത്തിൽ പ്രവർത്തിക്കും, അല്ലെങ്കിൽ രജോഗുണത്തിൽ പ്രവർത്തിക്കും, അല്ലെങ്കിൽ തമോ ഗുണത്തിൽ പ്രവർത്തിക്കും. ശരീരം എപ്പോഴും ഈ 3 ഏതെങ്കിലും ഒരു ഗുണത്തിലായിരിക്കും, 3-ൽ ഏതെങ്കിലും ഒരു ഗുണത്തിലായിരിക്കും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ശരീരമാണെങ്കിലും മറ്റുള്ളവരുടെ ശരീരമാണെങ്കിലും ശരീരത്തിൽ ഇരിക്കുന്ന ജീവാത്മാക്കൾക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ, നിർവാഹമുള്ളൂ, വേറെ വഴിയില്ല. അത് ഗുണത്തിൽ പെട്ടുപോകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇനി ഭഗവാനെ കുറിച്ച് എന്ത് മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട്. ഗുണേഭ്യശ്ച പരം വേത്തി. ഭഗവാന്റെ പ്രവൃത്തികളൊന്നും ഈ ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഭഗവാൻ ഈ ഗുണങ്ങൾക്ക് ഉപരിയാണ്. ഭഗവാൻ നിർഗുണനാണ് എന്ന് നമ്മൾ പറയും. നിർഗുണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണങ്ങളൊന്നും ബാധിക്കാത്തവനാണ് ഭഗവാൻ. ഭഗവാന്റെ പ്രവൃത്തികൾ സാധാരണയല്ല, നമ്മൾ പ്രവർത്തിക്കുന്നത് പോലെയല്ല ഭഗവാന്റെ പ്രവർത്തനം. ഭഗവാന്റെ ലീലകളൊന്നും ഈ ഗുണങ്ങൾ ബാധിച്ച് ഭഗവാൻ ചെയ്യുന്നതല്ല. ഭഗവാൻ എന്തെങ്കിലും ഈ ഭൗതിക ലോകത്തിനോട് ആസക്തനായിട്ട് പ്രവർത്തിക്കുന്നതല്ല ഇവിടെ വന്ന് ചെയ്തിട്ടുള്ള ലീലകളൊന്നും. അത് ഗുണങ്ങൾ ബാധിക്കാത്തതാണ്, ദിവ്യമാണ് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ജന്മകർമ്മച്ചമേ ദിവ്യം ഭഗവാൻ ഭഗവത്ഗീതയിൽ 4-ാമത്തെ അധ്യായത്തിൽ
9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ജന്മകർമ്മച്ചമേ ദിവ്യം. എന്റെ കർമ്മങ്ങൾ ദിവ്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ വ്യക്തിക്ക് ഈ ഗുണങ്ങളിൽ അതിക്രമിക്കാൻ സാധിക്കും, പുനർജന്മമില്ല എന്ന് പറയും. അപ്പൊ ജീവാത്മാവിന്റെ പ്രവർത്തനങ്ങളും ഭഗവാന്റെ പ്രവർത്തനങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇവിടെ അറിയേണ്ടത്. അത് അറിഞ്ഞവനാണ് മുക്തി ലഭിക്കും എന്നിവിടെ ഭഗവാൻ പറയും. അപ്പൊ ജീവാത്മാവിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ജീവാത്മാവ് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗുണബാധയിലാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു ഗുണം കൊണ്ട് ബാധിക്കപ്പെടുമ്പോഴാണ് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഒന്നെങ്കിൽ തമോ ഗുണബാധയായിരിക്കാം, അല്ലെങ്കിൽ രജോ ഗുണബാധയായിരിക്കാം, അല്ലെങ്കിൽ സാത്വികമായിട്ടുള്ള ഗുണബാധയായിരിക്കും. എങ്ങനെയായാലും പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു ഗുണം അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നതുമാണ്. പക്ഷെ ഭഗവാൻ പ്രവർത്തിക്കുന്നത് ഗുണങ്ങളെ കൊണ്ട് ബാധിക്കാതെയാണ്. ഗുണങ്ങൾക്കുപരിയായിട്ടാണ് ഭഗവാൻ പ്രവർത്തിക്കുന്നത്. ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സ്വാധികച്ചതി. ആ വ്യക്തി ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ യോഗ്യതയുള്ളവനായി തീരുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെയുള്ള എല്ലാവരുടെ പ്രവൃത്തിയും ഗുണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നതെന്നും ഭഗവാന്റെ പ്രവൃത്തികൾ ഗുണങ്ങൾ ബാധിക്കാത്തതാണെന്നും ബോധ്യപ്പെട്ട വ്യക്തിക്ക്, ശരിയായ രീതിയിൽ ബോധ്യപ്പെട്ട വ്യക്തിക്ക് ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത ലഭിക്കുമെന്നാണ് പറയുന്നത്. മദ്ഭാവം സ്വാധികച്ചതി. ആ വ്യക്തിക്ക് ആത്മീയ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്ന് പറയും. അപ്പൊ ആർക്കാണ് ആത്മീയ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നത്? ഈ ത്രിഗുണങ്ങളെ അതിക്രമിച്ച വ്യക്തിക്ക് മാത്രമേ ആത്മീയ ലോകത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അത്ര എളുപ്പമല്ല, അല്ലെ? വിഷ്ണുപദം പോകി എന്ന് നമ്മൾ പറയും. വിഷ്ണുപദം പോകുന്നത് ത്രിഗുണങ്ങളെ അതിക്രമിച്ചവരാണ് വിഷ്ണുപദത്തിലേക്ക് പോകുന്നത്. അതെന്ത് മനസ്സിലാക്കിയവരാണ് എന്നാണ് പറയുന്നത്. എല്ലാവരും പ്രവർത്തിക്കുന്നതും ത്രിഗുണങ്ങളെ കൊണ്ടാണ്. ഭഗവാന്റെ പ്രവർത്തനങ്ങൾ ത്രിഗുണാതീതമാണ്. ഭഗവാന്റെ പ്രവർത്തനങ്ങളും ഭഗവാന്റെ സേവന പ്രവർത്തനങ്ങളും ത്രിഗുണാതീതമാണ്. ഭക്തിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഗുണങ്ങളെ കൊണ്ടുള്ള പ്രവൃത്തിയല്ല, ഗുണാതീതമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഭഗവാന്റെ നാമം ജപിക്കുന്നത്, ഭഗവത്ഗീത പഠിക്കുന്നത്, ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, ഇങ്ങനെയുള്ള എല്ലാ ഭക്തി സേവനവും ഗുണാതീതമാണ്. ആ പ്രവർത്തനങ്ങൾ മാത്രമേ ഗുണാതീതമായിട്ടുള്ള പ്രവർത്തനമുള്ളൂ. ഭഗവാനുമായി ബന്ധപ്പെട്ട പ്രവർത്തനമൊക്കെ ഗുണാതീതമാണ്. ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഗുണങ്ങളെ കൊണ്ട് നിയന്ത്രിക്കപ്പെട്ടതാണ്. ഇതറിഞ്ഞ ഒരു വ്യക്തിക്ക്, ഇത് ബോധ്യപ്പെട്ട വ്യക്തിക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള യോഗ്യത ഉണ്ടാകും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോ അധികച്ചതി. അങ്ങനെയാണ് നമ്മൾ ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത നേടുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇത് നമ്മൾ കേട്ടിട്ടാണ് മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത്. ദ്രഷ്ട അനുപശ്യതി. ഒരു ഗുരുവിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. സ്വന്തം കാഴ്ച കൊണ്ട് നമ്മൾക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഗുരുവിൽ നിന്ന് കേൾക്കുന്നതിലൂടെയാണ്. ഇപ്പോൾ ശ്രീല പ്രഭാതർ ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതാണ് അനുപശ്യതി എന്ന് പറഞ്ഞത്. ഒരു ഗുരുവിന്റെ സഹായത്തോടു കൂടി കാണുന്നതിനെയാണ് അനുപശ്യതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പശ്യതി എന്നാണ് പറയാൻ. നമ്മൾ കാണുന്നതിന് പശ്യതി. അനുപശ്യതി, മറ്റൊരു വ്യക്തിയുടെ സഹായത്തോടു കൂടി നമ്മൾ കാണും. അനുശുശ്രുമ, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ടായി. അതേപോലെ അനുപശ്യതി, ഇതൊക്കെ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ കേട്ട് മനസ്സിലാക്കുന്നു. ഗുരുവിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുന്നതിലൂടെ ആ ഗുണത്തിന്റെ ബാധ കുറയും. കേൾക്കുന്നതിലൂടെ തന്നെ കുറയും. അതും ഒരു മെത്തേഡാണ്. ഗുണങ്ങളുടെ ബാധ കുറയുന്നതിനുള്ള ഒരു പദ്ധതിയാണ് കേൾക്കുക എന്നുള്ളത്. നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ ഗുണത്തിന്റെ സ്വാധീനത കുറഞ്ഞ് ഗുണാതീതമായിട്ടുള്ള പ്രവർത്തനം, ഭക്തി സേവനം നിരന്തരമായിട്ട് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യാൻ സാധിക്കും. ഭക്തി സേവനങ്ങൾ നിരന്തരം ചെയ്യുന്നതോടുകൂടി ഗുണത്തിന്റെ സ്വാധീനം നമ്മളിൽ കുറഞ്ഞു വരും. അതടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. അർജുനൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഗുണങ്ങളെ അതിക്രമിക്കുന്നത്, ഗുണത്തിന്റെ പുറത്ത് കിടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്,
ഗുണാൻ ഏതാൻ അതീത്യത്രീൻ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മമൃത്യുജരാ ദുഃഖേ വിമുക്തോ അമൃതം അശ്നുതേ. ആരാണോ ഈ ഗുണങ്ങളെ അതിക്രമിക്കുന്നത് ആ വ്യക്തിക്ക് അമൃതത്വം ഉണ്ടാകും. ആ വ്യക്തിക്ക് പിന്നെ പുനർജന്മമില്ല. ത്രിഗുണങ്ങളെ അതിക്രമിക്കുന്നവനാണ് പുനർജന്മമില്ലാത്തത്. ത്രിഗുണങ്ങളെ അതിക്രമിച്ച് പുറത്തു കടന്നു കഴിഞ്ഞാൽ, അതായത് ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് പുനർജന്മമില്ല എന്ന് പറയുന്നു. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആത്മീയമായിട്ടുള്ള ആനന്ദം, ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ ആ വ്യക്തിക്ക് ആസ്വദിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ മരിച്ചുപോയ ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. മരിച്ചുപോയി തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ആത്മീയമായിട്ടുള്ള അനുഭവം ഉണ്ടാകണമെങ്കിൽ മരിച്ചുപോയി തിരിച്ചു വരേണ്ട യാതൊരു ആവശ്യമില്ല. ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആത്മീയമായിട്ടുള്ള അനുഭവം ഉണ്ടാകും. ഈ ശരീരത്തിൽ ഇരുന്ന് തന്നെ നമുക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഹരേ കൃഷ്ണ. ഒന്നും കേൾക്കാമല്ലോ. എനിക്ക് മാത്രമല്ലോ എന്റെ കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ, കേൾക്കാമോ? അപ്പോൾ ത്രിഗുണങ്ങളെ അതിക്രമിച്ചാണ് ഈ ശരീരത്തിൽ ഇരുന്ന് കൊണ്ട് തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ആ വ്യക്തിക്ക് തിരിച്ച് ഭൗതിക ശരീരം സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നും അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ആ ശ്ലോകം കൂടി നമുക്ക് വായിക്കാം. 20ാമത്തെ ശ്ലോകം. ഞാൻ വായിക്കട്ടെ മാതാജി? നളിനി മാതാജി വായിച്ചോ. ഗുണാനേതാനദീത്യ ദേഹി ദേഹ സമുദ്ഭവാൻ ജന്മമൃത്യുജരാ ദുഃഖേ വിമുക്തോ അമൃതമശ്നുതേ. ശരീര സംബന്ധികളായ ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കാൻ സാധിച്ചാൽ ശരീരസ്ഥനായ ജീവന് ജനനം, മരണം, വാർദ്ധക്യം മുതലായ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനായി ഈ ജീവിതത്തിൽ തന്നെ അമൃതം ആസ്വദിക്കാം. ഭാവാർത്ഥം: ഈ ശരീരത്തിൽ തന്നെ തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ അതീന്ദ്രിയാവസ്ഥയിൽ ജീവിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നു. ദേഹി എന്ന വാക്കിന് ശരീരത്തോടു കൂടിയ എന്നർത്ഥം. ഭൗതിക ശരീരസ്ഥനാണെങ്കിലും ആത്മീയ ജ്ഞാനം വളർത്തിയെടുക്കുന്നവന് ത്രിഗുണങ്ങളുടെ സ്വാധീനതയിൽ നിന്ന് മുക്തനാകാം. ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആധ്യാത്മിക ജീവിതത്തിലെ ആനന്ദം അയാൾക്ക് അനുഭവിക്കുകയും ചെയ്യാം. ഈ ദേഹം ത്യജിച്ച ഉടനെ പരവ്യോമത്തിലേക്കാണല്ലോ അയാൾ പോകുന്നത്. ഈ ശരീരത്തിലായിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് ആധ്യാത്മികമായ ആനന്ദം അനുഭവിക്കാൻ കഴിയും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, കൃഷ്ണാവബോധപൂർവം അനുഷ്ഠിക്കുന്ന ഭക്തിയുത സേവനം ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള
മുക്തിയുടെ ലക്ഷണമത്രേ. 18-ാം അധ്യായത്തിൽ ഇതിനെപ്പറ്റി കൂടുതൽ വിവരിക്കുന്നുണ്ട്. ത്രിഗുണങ്ങളുടെ സ്വാധീനതാവലയം ഭേദിച്ച് കഴിഞ്ഞാലാണ് മനുഷ്യൻ ഭക്തിനിഷ്ഠമായ സേവനത്തിൽ തൽപരനാകുന്നത്. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ. താങ്ക് യു നളിനി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈ ഗുണങ്ങളിൽ തന്നെ ഇരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഈവൻ സത്വഗുണത്തിൽ പോലും ഇരിക്കാൻ ഭഗവാൻ പറയുന്നില്ല. സത്വഗുണം നല്ലതാണ്. സത്വഗുണത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാം. അതുകൊണ്ട് എല്ലാവരും സാത്വികരായി മാറണം, സത്വഗുണത്തിൽ ഇരിക്കണം എന്ന് ഭഗവാൻ പറയുന്നില്ല. ഭഗവാൻ എന്താണ് ഇവിടെ പറയുന്നത്? ഈ ഗുണങ്ങളെ മുഴുവൻ അതിക്രമിക്കണം എന്നാണ് പറയുന്നത്. ഇതിനെ മുഴുവൻ ഒഴിവാക്കണം. സാത്വികഗുണത്തിനെ പോലും നമ്മൾ ഒഴിവാക്കണം. അല്ല, സത്വഗുണമല്ല നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം. 3 ഗുണങ്ങളെയും ഒഴിവാക്കുക. കാരണം ജീവാത്മാവ് യഥാർത്ഥത്തിൽ ഇതിലൊന്നും പ്രവർത്തിക്കേണ്ട ആളല്ല. ജീവാത്മാവും ഭഗവാന്റെ സേവനത്തിൽ വിശുദ്ധ സത്വഗുണത്തിൽ പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് ഈ 3 ഗുണങ്ങളെയും നമ്മൾ ഒഴിവാക്കണം. അതിനെ 3നെയും അതിക്രമിച്ചവന് എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഗുണാൻ ഏതാൻ അതീത്യത്രീം ദേഹി ദേഹസമുദ്ഭവാൻ. ഈ ഗുണങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടായി വരുന്നത് എന്നും ഇവിടെ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ദേഹസമുദ്ഭവാൻ. ഈ ദേഹത്തിൽ നിന്നാണ് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ജീവാത്മാവിൽ നിന്നല്ല. ജീവാത്മാവ് പൂർണ്ണമായിട്ടും ശുദ്ധമാണ്, അതിൽ നിന്ന് ഈ ഗുണങ്ങൾ ഉണ്ടാവുന്നില്ല. ജീവാത്മാവ് ഇരിക്കുന്ന ശരീരത്തിലാണ് ഗുണങ്ങളൊക്കെ, സത്വരജസ്തമോ ഗുണങ്ങൾ. അപ്പൊ ശരീരവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ഈ ഗുണങ്ങൾ ജീവാത്മാവിനെ ബാധിക്കുന്നത്. ഈ ആത്മീയ ജ്ഞാനം നേടുന്ന സമയത്ത് ആ ഗുണത്തിന്റെ ബാധയിൽ നിന്ന് മുക്തനാകാൻ ജീവാത്മാവിന് സാധിക്കും. അങ്ങനെ ഗുണങ്ങളുടെ ബാധയിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തി നേടിക്കഴിഞ്ഞാൽ, ത്രിഗുണങ്ങളിൽ നിന്നും മുക്തി നേടിക്കഴിഞ്ഞാൽ ജന്മമൃത്യു ജരാ ദുഃഖേർ വിമുക്തോ. അങ്ങനെ മുക്തനായിട്ടുള്ള ഒരു ജീവന് പിന്നെ അങ്ങനെ ഒരു ഭൗതിക ശരീരം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ജനനം, മരണം, രോഗം, വാർദ്ധക്യം ഒക്കെ ഉണ്ടാകുന്ന ഭൗതിക ശരീരം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അമൃതമശ്നുതേ. അമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കാത്ത അവസ്ഥ. അമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്ന അവസ്ഥ. അമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കാത്ത അവസ്ഥ, മരണമില്ലാത്ത അവസ്ഥ. യഥാർത്ഥത്തിൽ ജീവാത്മാവിന്റെ അവസ്ഥ മരണമില്ലാത്തതാണ്, അല്ല, ജീവാത്മാവ് മരിക്കാത്തതാണ്. പക്ഷെ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അതിന് മരണം അനുഭവിക്കേണ്ടി വരും. കാരണം ശരീരത്തിന് മരണമുണ്ട്. അപ്പം ഈ ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ടാണ് ഗുണങ്ങളിരിക്കുന്ന ശരീരങ്ങൾ ജീവാത്മാവിന് സ്വീകരിക്കേണ്ടി വരുന്നതും ആവശ്യമില്ലാതെ ജനിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നു. ഈ ഗുണങ്ങളിൽ നിന്ന് മുക്തനായി കഴിഞ്ഞാൽ ജീവാത്മാവിന് പിന്നെ ഒരു ഭൗതിക ശരീരം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അമൃതമശ്നുതേ. പിന്നെ ഒരിക്കലും മരിക്കാത്ത അവസ്ഥയിലേക്ക് എത്താം. ഭഗവാന്റെ സേവനത്തിൽ തന്നെ സ്ഥിരമായിട്ടിരിക്കാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ എങ്ങനെ എത്തും? അതിന് പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിൽ ആക്ച്വലി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അർജുനൻ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ആ ഗുണങ്ങളിൽ നിന്ന് മുക്തനായിട്ടുള്ള ഒരു വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ആ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ അർജുനൻ ചോദിക്കുന്നുണ്ട്. ഭഗവാൻ ആ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 22 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളിൽ ആ ലക്ഷണങ്ങളാണ് പറയുന്നത്. ഗുണങ്ങളിൽ നിന്ന് മുക്തനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ എങ്ങനെയാണ് ആ ഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടത്, അതിന് നമ്മൾ എന്താണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത്, ഇതും ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമ്മൾ ഈ 2 ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ.